തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. ശിവൻകുട്ടി, നിയമവും കഴക്കൂട്ടവും അടക്കം 3ലധികം സീറ്റുകൾ തങ്ങൾ നേടുമെന്നാണ് BJP പറയുന്നത്. എന്താണ് അങ്ങയുടെ ഒരു പ്രതികരണം? മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുമെന്നാണല്ലോ അവർ ഓരോരുത്തരും തീരുമാനിക്കുന്നത്. BJPക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ടല്ലോ. നിയമത്തിൽ എന്തെങ്കിലും ഒരു ഡീല് കോൺഗ്രസും BJPയും തമ്മിൽ നടന്നതായിട്ട് അങ്ങ് സംശയിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും സംശയിക്കുന്നില്ല. നിയമത്ത് വലിയ വിജയമായിരിക്കുമോ? നിയമത്തിൽ LDF കഴിഞ്ഞ വർഷത്തെ വിജയം നിലനിർത്തും. BJP എന്തായിരിക്കും ഇത്ര വലിയ ആത്മവിശ്വാസം പറയുന്നത്? എനിക്കറിയില്ല, അത് അവരോട് ചോദിച്ചാൽ അറിയാവുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, MLA എന്നുള്ള നിലയിൽ ഞാനവിടെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഇടപെടൽ, ആ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ വലിയ അംഗീകാരമാണ് ലഭിച്ചത്. അതെല്ലാം വോട്ടായി മാറുന്ന സ്ഥിതിവിശേഷമുണ്ട്. കോൺഗ്രസിലെ 3 പേര്, ഒന്ന് രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഈ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അണികളൊക്കെ തമ്മിൽ തല്ലുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതൊക്കെ ഇനിയും ഒരു 3 പേരും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരു 3 പേരും കൂടെ ഉടനെ രംഗത്തിറങ്ങുമെന്നാണ് പറയുന്നത്. എന്നിട്ട് കൂട്ടയടി നടന്ന ശേഷം നറുക്കെടുക്കുമെന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് അങ്ങയുടെ കാഴ്ചപ്പാടില്ല 3 പേര്? അതിപ്പോഴേ പ്രഖ്യാപിക്കുന്നില്ല, അവർ രഹസ്യമായിട്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക. 3 പേര് രഹസ്യമായി ഇനിയും വർക്ക് കിടക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി? ഇത് ഓരോരുത്തരും മുഖ്യമന്ത്രിയും ഓരോ മന്ത്രിമാരെന്നെല്ലാം പറഞ്ഞ് വലിയ പൈസ പിരിവ് നടക്കുന്നതാണ് കേൾക്കുന്നത്. വലിയ സാമ്പത്തിക സ്വരൂപണം, വലിയ വൻകിട മുതലാളിമാരിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഗൺമാൻ സന്ദീപിനെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ വലിയ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു? ആ ഭീഷണിയെല്ലാം കയ്യിലിരിക്കുകയുള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോരുത്തർ ജോലി എടുക്കുമ്പോൾ പോലും അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നത്? അതുപോലെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള സ്വപ്നം കാണലിൻ്റെയും പ്രത്യക്ഷ ഫലമാണ്. അത് വേറെ സ്വപ്നം മാത്രമായിരിക്കും. എന്തായാലും അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് അവർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത്. എന്തായാലും വലിയ വിജയം തനിക്കടക്കം നിയമത്തുണ്ടാകും. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിൽ നിന്നും വലിയ രീതിയിൽ പണം പിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണവും.